മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ച് പ്രാങ്ക് കോൾ ചെയ്ത സംഭവത്തിന് പിന്നാലെയുണ്ടായ സൈബർ അധിക്ഷേപം അടക്കമുയർത്തി RJ അഞ്ജലിയുടെ പുതിയ പോസ്റ്റ്. സ്വകാര്യ ഭാഗത്ത് മെഹന്തിയിടാൻ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചതായിരുന്നു വിവാദമായത്. മാപ്പ് പറഞ്ഞെങ്കിലും സൈബർ ആക്രമണം വീണ്ടും തുടർന്നു. ഇതിനിടെ വീണ്ടും വിശദീകരണവുമായി എത്തുകയാണ് ഫേസ്ബുക്കിലൂടെ അഞ്ജലി. ഒരു നാക്കുപിഴയിൽ നിങ്ങൾ ഞങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാക്കി വലിച്ചെറിഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ്. RJ അഞ്ജലിയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: മകൾ, അമ്മുവിന്റെ അമ്മയും ഞാനും ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. അന്ന് ഞാൻ ഇങ്ങനെ പല വീടുകളിൽ മാറി മാറി വളർന്ന് ജീവിക്കുമ്പോൾ അത്യാവശ്യം മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലായിരുന്നു അവൾ. നല്ല ഉടുപ്പ്, നല്ല ഭക്ഷണം. ഓണത്തിന് ചേച്ചിയുടെ വീട്ടിൽ വലിയ ഊഞ്ഞാലിടും. മാനമുട്ടെ ഉയരമുള്ള ഊഞ്ഞാൽ. കുട്ടിക്കാലത്തെ എന്തെങ്കിലും മധുരമുള്ള ഓർമ്മകൾ ബാക്കിയുണ്ടെങ്കിൽ അത് മാത്രമാണ്. കടക്കെണിയിൽ അകപ്പെട്ട് പോയപ്പോൾ മക്കൾക്ക് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കാനും മനസ്സുള്ള എൻ്റെ ചേച്ചിയെ ആണ് പിന്നെ ഞാൻ കാണുന്നത്. കുഞ്ഞുങ്ങളെ നോക്കാൻ എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്നു. ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു താൽക്കാലിക ജോലി. തരപ്പെട്ടപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള പിള്ളേരെ നോക്കലായിരുന്നു നിരഞ്ജന. മറ്റൊരു എന്നെ എവിടെയൊക്കെയോ ഞാൻ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, അമ്മു അങ്ങനെ ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമായിരുന്നില്ല. അവൾ വരുന്ന സമയം അവളെയും കൂട്ടി വീഡിയോ എടുത്തു തുടങ്ങി. പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം, പിള്ളേരെ കുളിപ്പിക്കേണ്ടേ എന്നൊക്കെ. ഒന്ന് വാ അമ്മുവേ എന്ന് എൻ്റെ അമ്മ പറയുമ്പോൾ അമ്മ ഒരു മിനിറ്റ് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മുങ്ങും. ആ 5 മിനിറ്റുകൾ മണിക്കൂറുകളായി നിങ്ങളെ ചിരിപ്പിച്ച പ്രാങ്ക് കോളുകളായി. അവസാനം ഒരു നാക്കുപിഴയിൽ നിങ്ങൾ ഞങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാക്കി വലിച്ചെറിഞ്ഞു. അമ്മു മാൻഡ്രേക്കല്ല. അമ്മുവിൻ്റെ മുഖത്തിന് അഹങ്കാരമല്ല. അവൾ പഠിക്കട്ടെ, ആരെയും ഭയപ്പെടാതെ ജീവിക്കട്ടെ. മെഴുകലായി നിങ്ങൾക്ക് തോന്നും. അമ്മുവിന് വേണ്ടി ചിലപ്പോൾ ഞാൻ കരഞ്ഞു മെഴുകും. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. മെഹന്തി വിവാദത്തിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് കീഴിൽ കമന്റ് ഇട്ടവർക്ക് മറുപടിയുമായി RJ അഞ്ജലി കഴിഞ്ഞ ദിവസവും രംഗത്തെത്തിയിരുന്നു. വർഷങ്ങൾ എടുത്തുണ്ടാക്കിയ പ്രശസ്തി മിനിറ്റുകൾ കൊണ്ട് ഇല്ലാതായി എന്ന കമന്റിന് ഫോളോവേഴ്സിന്റെ എണ്ണമല്ല മനുഷ്യന്റെ ഗുണമേന്മ നിർണ്ണയിക്കുന്നതെന്നാണ് അഞ്ജലി മറുപടി നൽകിയത്. പോകാം എയറിലേക്ക് എന്ന കമന്റിന് മക്കളെ കഴിഞ്ഞ 12 വർഷമായി ചേച്ചി എയറിലാണ്, ഇപ്പോഴും ഇന്നും എനിക്ക് മടുക്കും വരെയും എന്നായിരുന്നു മറുപടി. അഞ്ജലിയെക്കുറിച്ച് മോശം കമന്റുകൾ ഇട്ടവർക്കെതിരെ നിയമപരമായി നീങ്ങുമെന്നും അഞ്ജലി തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ കൊണ്ട് കുറ്റകൃത്യം ചെയ്യിച്ച യൂട്യൂബേഴ്സിന് അഭിവാദ്യങ്ങൾ എന്നാണ് അഞ്ജലി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്.